പർച്ചേസ് കഴിഞ്ഞു പോകുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊരു ഗോൾഡ് കോയിൻ കൂടെ കിട്ടിയ എങ്ങനെ ഉണ്ടാവും? അതായത് സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളുരുത്തി ഷോറൂമിന്റെ ഇനാഗുറൽ ഓഫർ ആയിട്ട് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പള്ളുരുത്തി ഷോറൂമിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ്. നമ്മുടെ പുതിയ ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ്. ഗോൾഡ് റേറ്റ് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ആഭരണങ്ങൾ അന്നത്തെ ഗോൾഡ് റേറ്റിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളുരുത്തി. PDP തൃപ്പൂണിത്തുറ മണ്ഡലം പ്രവർത്തക കൺവെൻഷനും കുടുംബയോഗവും നടത്തി. PDP തൃപ്പൂണിത്തുറ മണ്ഡലം പ്രവർത്തകർ കൺവെൻഷനും കുടുംബയോഗവും നടത്തി. തങ്ങൾ നഗർ AMM ഹാളിൽ മണ്ഡലം പ്രസിഡന്റ് KH നസീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PDP CAC മെമ്പർ ബഷീർ റിസ്വി മഞ്ചേശ്വരം ഉദ്ഘാടനം ചെയ്തു. മഹാരാഷ്ട്രയിൽ ജാതി വിവേചനത്തിനെതിരെ ശക്തമായി പോരാട്ടം നടത്തിയ ജ്യോതിറാവ് ഇന്നും അടിസ്ഥാന വർഗത്തിന് വേണ്ടി ശബ്ദിച്ച ചുരുക്കം ചില നേതാക്കന്മാരിൽ പെട്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ഇന്ത്യയിൽ ഒരൊറ്റ രാഷ്ട്രീയ പ്രസ്ഥാനവും രൂപം കൊണ്ടിട്ടില്ല. കേരളത്തിൽ 1863 മുതൽ 1941 വരെ ജീവിച്ച് രാജ്യത്ത് തൻ്റെ സമുദായത്തിന് വേണ്ടിയിട്ട്, പുലയ സമുദായത്തിന് വേണ്ടി ശക്തമായി പോരാട്ടം നടത്തി ഈ രാജ്യത്തിൻ്റെ ഫാസിസത്തിനെതിരെ അഥവാ ബ്രിട്ടീഷ് പങ്കാളിത്തത്തിനെതിരെ ശബ്ദമായി സ്വാതന്ത്ര്യപൂർവ്വത്തിൽ ശബ്ദിച്ച വ്യക്തിയാണ് ശ്രീ അയ്യങ്കാളി. നമ്മുടെ പോസ്റ്ററുകളിലൊക്കെ ശ്രീ അയ്യങ്കാളിയെ കാണാമെങ്കിലും അയ്യങ്കാളിയുടെ ജന്മദിനം അബ്ദുൽ നാസർ മഅദനി PDP രൂപീകരിക്കപ്പെടുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തില്ല. രാജ്യത്ത് തമിഴ്നാടിലെ ബുദ്ധ സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കുകയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പാർലമെന്റിൽ അഥവാ നിയമസഭയിൽ അംഗമായിരുന്ന അംഗങ്ങളുടെ പ്രതിജ്ഞ ഡിവിഷൻ സെക്രട്ടറി റഫീഖ് ചൊല്ലിക്കൊടുത്തു. ജില്ലാ പ്രസിഡന്റ് സുബൈർ വെട്ടിയാനിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ബാബരി മസ്ജിദിന്റെ പ്രശ്നം നാം പറയുമ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ ചിലരൊക്കെ ചോദിച്ചിരുന്നു, ബാബരി മസ്ജിദ് കേരളത്തിലല്ലല്ലോ, ബാബരി മസ്ജിദ് UP എന്ന് പറയുന്ന സംസ്ഥാനത്താണല്ലോ, UP ഒരു പള്ളി പൊളിച്ചതിന് അബ്ദുൽ നാസർ മഅദനി എന്തിനാണ് കേരളത്തിൽ കൊടപിടിക്കുന്നത് എന്ന് ചില ആളുകളൊക്കെ ഇവിടെ പ്രസംഗിച്ചു. രൂപം കൊണ്ടിട്ട് 33 വർഷക്കാലം പിന്നിടുന്ന ഈ വേളയിൽ പാർട്ടി എന്താണ് എന്നുപോലും ഇവിടുത്തെ മിക്ക ആളുകൾക്കും അറിയില്ലാത്ത ഒരവസ്ഥയിലാണ്. അവർണ്ണന് അധികാരം, പീഡിതന് മോചനം എന്ന മഹത്തായ ഒരു മുദ്രാവാക്യം മതപണ്ഡിതനായ ശ്രീമാൻ അബ്ദുൽ നാസർ മഅദനി ഈ രാജ്യത്തോട് CAC മെമ്പർ മുജീബ് റഹ്മാന്റെ മുഖ്യ സാന്നിധ്യത്തിൽ എറണാകുളം ജില്ലാ സെക്രട്ടറി അബു തായിക്കാട്ടുകര, ജില്ലാ ട്രഷറർ ജമാൽ ചെങ്ങമനാട്, ജില്ലാ വൈസ് പ്രസിഡന്റ് നൌഷാദ് നെട്ടൂർ, PTUC സംസ്ഥാന സെക്രട്ടറി ലത്തീഫ് പള്ളുരുത്തി, ഫൈസൽ പള്ളുരുത്തി, ഫിറോസ് PT എന്നിവർ സംസാരിച്ചു. അസ്ലം നെട്ടൂർ സ്വാഗതവും അൻസാർ പള്ളുരുത്തി നന്ദിയും പറഞ്ഞു. മഅദനി മുന്നോട്ട് വെച്ച ആശയം സ്വസഹോദരങ്ങളായ ഇവിടുത്തെ പിന്നോക്ക മുസ്ലിം ഐക്യം അത് രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു ശ്രേണിയിലേക്ക് ഉയർത്തുകയും പീഡിതന് അധികാരവും അതിലൂടെയുള്ള മോചനവുമാണ് PDP മുന്നോട്ട് വയ്ക്കുന്ന ആശയം. മഅദനി ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.